മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് ഒരു AC വാങ്ങിച്ചു വെക്കുന്നതിന് 82,000 രൂപയ്ക്ക് അനുവദിച്ചു എന്നൊരു വാർത്ത വന്നു. മുഖ്യമന്ത്രിക്ക് 2016 മുതൽ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ഉപദേശം നൽകുന്ന ആളാണ്. അദ്ദേഹത്തിന് AC വാങ്ങിക്കാൻ 82,000 രൂപ പൊതുജനത്തിന്റെ പണത്തിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നു. 2016 മുതൽ ഞാൻ പറയാൻ കാര്യം, 2016 ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിജിലൻസ് അന്വേഷണം അന്ന് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്ത് അതിനുശേഷമൊക്കെയാണ് ഇദ്ദേഹത്തെ ഈ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിക്കുന്നത്. അങ്ങനെ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ എല്ലാവിധ ഉപദേശങ്ങളും നൽകി വരുന്നത് അദ്ദേഹമാണ്. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഉപദേഷ്ടാവ് ഇപ്പോൾ 82,000 രൂപ മുടക്കി ഒരു AC സർക്കാർ ചെലവിൽ വാങ്ങിച്ച് വെച്ചത് എന്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ശാസ്ത്രമനുസരിച്ച് AC വെക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ആള് തണുക്കുമെങ്കിലും പുറത്ത് അത് ചൂട് കൂട്ടും. കേരളത്തിൽ കഴിഞ്ഞ വർഷം 41 ഡിഗ്രിയുടെ മുകളിലേക്ക് ചൂട് പോയി എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ചൂട് അസഹ്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് പാർലമെന്റിലോ മറ്റോ 120 പേര് ചൂട് കാരണം മരിച്ചു എന്നുള്ളൊരു വാർത്ത പാർലമെന്റിൽ വന്നിരുന്നു, പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ കേരളത്തിലെ മന്ത്രി പറഞ്ഞു അത് എന്തോ ഒരു ഡേറ്റ പെശകാണ് എന്നൊക്കെ പറയുന്നു. എന്തായാലും ചൂട് കൂടി കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ചൂട് കൂടിയെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണല്ലോ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് സ്വന്തം കാര്യങ്ങൾ തീരുമാനങ്ങളിൽ കൂടി മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായിട്ട് നൽകേണ്ടത്. AC ഉപയോഗിക്കുന്നത് അത് റൂമിലായാലും AC ബസ്സായാലും അതുപോലെ വീട്ടിലായാലും AC കാറായാലും ഒക്കെ പുറത്ത് ചൂട് കൂട്ടുന്ന കാര്യമാണ്. അതെങ്ങനെയെന്ന് ശാസ്ത്രം അറിയാവുന്നവർക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവിന് അതിനെപ്പറ്റി നല്ല ധാരണ തീർച്ചയായിട്ടും ഉണ്ട്. AC ഉപയോഗിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് പുറത്ത് ചൂട് കൂടുന്നതെന്നുള്ളത്. അത് ഹൈഡ്രോഫ്ലോറോ കാർബൺസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വിടും. അത് രണ്ട് വിധത്തിലാണ് ഈ AC ഉപയോഗം ചൂട് കൂട്ടുന്നത്. ഒന്ന്, അത് പുറത്തേക്ക് വിടുന്ന ഫ്ലോറോ കാർബൺസ്, അതുകൊണ്ട് അതൊരു ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, ആഗോളതാപനം കൂട്ടുന്ന, ചൂട് അന്തരീക്ഷത്തിൽ കൂട്ടുന്ന ഒരു കാര്യങ്ങളാണ് AC ഉപയോഗിക്കുമ്പോൾ അത് പുറത്തേക്ക് വിടുന്നത്. രണ്ട്, ACക്ക് വൈദ്യുതി വേണമല്ലോ. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കാര്യത്തിലും ഈ ചൂട് കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ വനം വെള്ളത്തിനടിയിലായിപ്പോയി, അല്ലെങ്കിൽ ഈ കൽക്കരി കത്തിച്ചോ, എങ്ങനെ ആണേലും അത് ചൂട് കൂട്ടുന്ന പരിപാടികളാണ്. ഇനി അത് ബസ്സിലുള്ള AC ബസ്സിൽ യാത്ര ചെയ്യുന്ന, ഇപ്പോൾ നമ്മുടെ നേതാക്കളെല്ലാവരും AC ബസ്സിലാണല്ലോ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ AC ബസ്സിലാണേലും ഇന്ധനം അതിന് ആവശ്യമുണ്ട്. ഇന്ധനം അന്തരീക്ഷത്തിലേക്ക് കത്തിച്ച് കാർബൺ ഡയോക്സൈഡ് വിടുമ്പോഴത്തേക്കും അതും ഈ ചൂട് കൂട്ടുന്ന ഒരു കാര്യമാണ്. AC ബസ്സിനുള്ളിലിരിക്കുന്നവർക്ക് തണുപ്പാണെങ്കിലും AC ബസ്സിന് പുറത്ത് ഈ AC ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ ഇങ്ങനെ കൈവീശി കാണിക്കുന്നവരൊക്കെ ചൂടിൽ നിന്നാണ് ഈ കൈവീശുന്നത്. അത് ഇപ്പം രാത്രി ആണെങ്കിൽ പോലും അന്തരീക്ഷത്തിൽ നല്ല ചൂട് കേരളത്തിൽ മഴ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ചൂടുണ്ടാവും. മഴയ്ക്ക് മുമ്പ് നല്ല ചൂടായിരിക്കും കേരളത്തിൽ. അതിനി ഒരു ജനുവരി ആകുമ്പോഴത്തേനും പിന്നെ നമ്മളുടെ വേസ്റ്റൊക്കെ കത്തുന്ന ഒരു സീസൺ തുടങ്ങുകയാണല്ലോ. അപ്പോൾ ജനുവരി മുതൽ പിന്നെ മാർച്ച് വരെ വേസ്റ്റ് കത്തുക, അതുപോലെ വനം കത്തുക, മറ്റു സ്ഥലങ്ങളിൽ കത്തുക, തീ കത്തുക, ഇതൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊക്കെ ഏത് വർഷം എപ്പോഴാണ് തീപിടുത്തം കൂടുതലുണ്ടാവുന്നത്, വനത്തിൽ എപ്പോഴാണ് തീപിടുത്തം ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ളത് അതിന് ഡേറ്റ അറിയാവുന്ന അദ്ദേഹത്തിന്റെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് തീർച്ചയായിട്ടും 2016 മുതൽ അദ്ദേഹത്തിന് ഉപദേശം നൽകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ അറിയാം. അദ്ദേഹം അതിനുള്ള മുൻകരുതൽ എടുക്കുകയും ചെയ്യും. പക്ഷേ ഈ AC ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് അതിന്റെ പുറത്തുള്ള ആളുകൾക്ക് ചൂട് കൂട്ടുന്നത് തീർച്ചയായിട്ടും ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് ഉപദേശിച്ച പോലെ ആകാനുള്ള സാധ്യത ഇല്ല. കാരണം അത് ശാസ്ത്രത്തിനെതിരാണ്. ഈ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് ഈ 82,000 രൂപ മുടക്കി AC വെച്ച വാർത്ത വന്ന് അപ്പോൾ തന്നെ വേറൊരു വാർത്തയുമുണ്ട്. അത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയുണ്ട്, UNEP. അവര്
ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഗ്ലോബൽ കൂളിംഗ് വാച്ച് റിപ്പോർട്ട് 2023 എന്ന് പറയും. അതായത് ഈ ലോകത്തെ കൂളിങ്ങിനെ പറ്റിയുള്ള ഒരു ഒരു റിപ്പോർട്ട് 2023. അപ്പം ആ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് വൈദ്യുതി ഉപയോഗത്തിന്റെ ഏകദേശം 20% ഈ AC ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിലും നമ്മുടെ കെട്ടിടങ്ങളിലും ഒക്കെ 20% വൈദ്യുതി ഉപയോഗിക്കുന്നത് ഈ AC-ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും വൈദ്യുതി ഉപയോഗിക്കുമ്പോഴത്തേനും ഒന്ന് ചൂട് കൂടും പുറത്ത്, രണ്ട് ഈ AC-യിൽ നിന്നുള്ള ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് കൊണ്ട് ചൂട് കൂടാം. അപ്പോൾ AC ഉള്ളവനും AC ഇല്ലാത്തവനും എന്ന് പറയുന്ന രണ്ട് ക്ലാസ് നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. കാൾ മാർക്സ് ഇന്ന് സിദ്ധാന്തം എഴുതിയിരുന്നെങ്കിൽ AC ഉള്ളവനും AC ഇല്ലാത്തവരെന്നുള്ള വേർതിരിവ് കൃത്യമായിട്ട് പറഞ്ഞേനെ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം AC ബസ്സിൽ യാത്ര ചെയ്യുന്നവര് AC ഉള്ളവരും AC ബസ്സിന് പുറത്തുള്ളവര് ഇല്ലാത്തവരുമാണ് എന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന UNEP അവരുടെ ഗ്ലോബൽ കൂളിംഗ് വാച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. എങ്ങനെ AC ഇല്ലാതെ ചൂട് കുറയ്ക്കാം. ബർക്കിന ഫസോയിലെ ഒരു ഉദാഹരണം, കെട്ടിടത്തിന്റെ സാമഗ്രികൾ, അതായത് കൺസ്ട്രക്ഷന് വേണ്ടി എന്തൊക്കെ സാമഗ്രികൾ ഉപയോഗിക്കുന്നു, അതിന്റെ ഡിസൈൻ, രൂപകൽപ്പന, ഇതിൽ കൂടിയൊക്കെ ചൂട് കുറയ്ക്കാൻ പറ്റും. വേറൊരു ഉദാഹരണം ഇന്ത്യയിലെ അഹമ്മദാബാദിലെയാണ്. 2010 തുടങ്ങിയ ഒരു പരീക്ഷണമാണ്. ഈ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ വെള്ള പെയിന്റ് അടിക്കുക, അതായത് സൂര്യപ്രകാശം അടിക്കുന്ന റൂഫിൽ പെയിന്റ് അടിക്കുക, അതിൻ്റെ അടുത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, വെള്ളം സംരക്ഷിക്കുക. ഈ 3 കാര്യങ്ങൾ കൂടി ചൂട് കുറയ്ക്കുന്നതിനെ പറ്റിയാണ് അഹമ്മദാബാദിലെ ഒരു പരീക്ഷണം. അതിപ്പോൾ ഏകദേശം 30ഓളം പട്ടണങ്ങളിൽ അല്ല നഗരങ്ങളിൽ അത് അവർ വീണ്ടും ഇത് മാതൃകയായിട്ട് എടുത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. മൂന്നാമത് ഈ ദക്ഷിണ കൊറിയയിലെ സിയോളിലുള്ള ഒരു കാര്യമാണ്. അവിടെ 8 ലൈനും 10 ലൈനും ഒക്കെയുള്ള റോഡുകളുണ്ട്. അപ്പോൾ റോഡിൽ ഭയങ്കര ചൂട് കൂടുതലാണ്. പക്ഷെ പിന്നീട് അവർ ഒരു 11 കിലോമീറ്റർ ഒരു തോട് കണ്ടുപിടിച്ചു ഈ റോഡിന്റെ സൈഡിലായിട്ട്. അപ്പൊ ആ തോട് അവര് വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിച്ചു. അപ്പൊ പുനരുജ്ജീവിച്ച ശേഷം ഈ തോടിന്റെ സൈഡിൽ 5 ഡിഗ്രിയോളം ചൂട് കുറവാണ് ഈ റോഡിനെ അപേക്ഷിച്ച്. അപ്പോൾ നമ്മുടെ തോട് അല്ലെങ്കിൽ കനാല്, പുഴകള്, കുളങ്ങള് ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിച്ച് അവിടെ എപ്പോഴും നല്ല ക്ലീൻ വെള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 ഡിഗ്രി ചൂട് കുറയ്ക്കാൻ പറ്റുമെന്ന് ദക്ഷിണ കൊറിയയിലെ ഈ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് കംബോഡിയയിലെ ഒരു ഉദാഹരണമാണ്. അവിടെയും അവിടുത്തെ നാഷണൽ ബിൽഡിംഗ് കോഡും അതുപോലെ അർബൻ പ്ലാനിംഗ് സ്റ്റാൻഡേർഡ്സ്, അർബൻ പ്ലാനിംഗ് വകുപ്പിന്റെ സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങളൊക്കെ മാറ്റി എങ്ങനെ ഈ കെട്ടിടങ്ങളിലുള്ളിലെ ചൂട് കുറയ്ക്കാം, കെട്ടിടങ്ങൾ മൂലം മറ്റ് ചുറ്റുപാടുമുള്ള ചൂട് എങ്ങനെ കുറയ്ക്കാം, ഹീറ്റ് ഐലൻഡ്സ് ഒക്കെ പറയാം, അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ അവിടുത്തെ 2 ബിൽഡേഴ്സാണ് ഈ സ്റ്റാൻഡേർഡ്സ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഇവരോട് സഹകരിക്കുന്നത് പദ്ധതിയോട്. അപ്പോൾ ഈ കംബോഡിയയിലെ നാഷണൽ ബിൽഡിംഗ് കോഡും അർബൻ പ്ലാനിംഗ് സ്റ്റാൻഡേർഡ്സും മാറ്റി എങ്ങനെ ചൂട് കുറയ്ക്കാം എന്നുള്ളതാണ്. അത് കെട്ടിടത്തിന് വൈദ്യുതി ഉപയോഗം കുറച്ച് എങ്ങനെ ചൂട് കുറയ്ക്കാം, അതുപോലെ അല്ലാതെ രൂപകൽപ്പനയിൽ കൂടിയും എങ്ങനെ ചൂട് കുറയ്ക്കാം, അതുപോലെ അതിൻ്റെ റൂഫിൻ്റെ ഡിസൈന്, അതിനുപയോഗിക്കുന്ന സാമഗ്രികൾ, അങ്ങനത്തെ കുറേ അതിൻ്റെ ഓറിയൻറ്റേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ കൂടി എങ്ങനെ ചൂട് കുറയ്ക്കാം എന്നുള്ളതാണ് കംബോഡിയയിലെ ഉദാഹരണം. അങ്ങനെ പല രാജ്യങ്ങളിലും ഈ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന AC ഉപയോഗിക്കാതെ എങ്ങനെ ചൂട് കുറയ്ക്കാമെന്നുള്ള ഉദാഹരണങ്ങൾ നോക്കുന്നുണ്ട്, അതൊരു ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. 2022 അവരൊരു കൂൾ കോയലീഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ തുടങ്ങി. അതിൽ 80ഓളം പാർട്ട്നേഴ്സ്, പങ്കാളികളുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ചൂട് കൂടി വരികയാണ്. 41 ഡിഗ്രിയുടെ അധികമായി. AC ഉപയോഗിക്കുന്നതാണ് ചൂട് കൂടുന്നതിനുള്ള ഒരു പരിഹാരം എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം AC ഉപയോഗിക്കുമ്പോൾ വീണ്ടും ചൂട് കൂടത്തേ ഉള്ളൂ. അപ്പോൾ AC ഉപയോഗിക്കാൻ പറ്റുന്ന ഉള്ളവൻ AC ബസ്സിലിരുന്നും AC കാറിലിരുന്നും AC ഓഫീസിലിരുന്നും ഒക്കെ ജോലി ചെയ്യുകയോ വർക്ക് ചെയ്യുമ്പോൾ വെയിൽ കൊണ്ട് ചൂടേറ്റ് പാടത്തും അല്ലാതെ കൃഷി സ്ഥലത്തുമൊക്കെ പണിയെടുക്കുന്ന കൃഷിക്കാരൻ കൂടുതൽ ചൂട് താങ്ങേണ്ടി വരും. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക് കൂടുതൽ ചൂട് ഏൽക്കേണ്ടി വരും. റോഡിൽ കൂടി കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സാധാരണ അല്ലെ സ്കൂളിൽ പോകുന്നവർക്കോ അവർക്കെല്ലാം ചൂട് കൂടുതൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ AC ഉള്ളവർ തീർച്ചയായിട്ടും അവര് വലിയ ആൾക്കാരാണ്.
AC ബസ്സിൽ യാത്ര ചെയ്യുന്നവർ വലിയ ആൾക്കാരാണ്. AC കാറിൽ യാത്ര ചെയ്യുന്നവർക്ക്, AC ഓഫീസിൽ 82,000 രൂപ മുടക്കി നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ്, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിന് AC വാങ്ങിച്ചു വെക്കാൻ പൊതുജനങ്ങളുടെ പൈസയുണ്ട്. പക്ഷേ എല്ലാ മനുഷ്യർക്കും, എല്ലാ കൃഷിക്കാർക്കും, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കും, സാധാരണ മനുഷ്യർക്കും, റോഡിൽ നടക്കുന്നവർക്കൊന്നും അങ്ങനെ പറ്റുന്നില്ലാത്തത് കൊണ്ട് കേരളത്തിലെ എല്ലാവർക്കും ചൂട് കുറയ്ക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഉപദേഷ്ടാവിന്റെ ഒക്കെ ഉദ്ദേശം. കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശാസ്ത്ര സാങ്കേതിക സങ്കേതങ്ങൾ ലോകത്തിപ്പോൾ അത് അതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. അത് പ്രചരിപ്പിക്കുക. അത് നമ്മുടെ ഇവിടുത്തെ LSTDയുടെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ അതിനുള്ള നിബന്ധനകൾ വെക്കാൻ പറ്റും. അർബൻ പ്ലാനിംഗ് സ്റ്റാൻഡേർഡ്സ്, അർബൻ പ്ലാനിംഗ് വകുപ്പിൽ കൂടി അത് നടപ്പാക്കാൻ, രണ്ടും LSTDയുടെ കീഴിലുള്ള പരിപാടികളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ, മുഖ്യമന്ത്രി വിചാരിച്ചാൽ തീർച്ചയായും കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ചൂട് കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത് തീർന്ന ഈ COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ദുബായിൽ നടന്ന അതിൻ്റെ 28ാമത്തെ മീറ്റിംഗ് ബെർലിനിൽ 1995 COP 1 എന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങി. 95 28 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദുബായിൽ നടന്നിട്ടും ലോകത്തെ ചൂട് ഈ രാഷ്ട്രീയക്കാരും അതുപോലെ ശാസ്ത്രജ്ഞരുമൊക്കെ അവിടെ ഇരുന്ന് ചർച്ചകൾ നടത്തി, പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ചൂട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോൺഫറൻസുകൾ കൊണ്ടോ പ്രഖ്യാപനങ്ങൾ കൊണ്ടോ വാഗ്ദാനങ്ങൾ കൊണ്ടോ ഒന്നും ചൂട് കുറയത്തില്ല. AC കൂടുതൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ AC അകത്തിരിക്കുന്നവരുടെ ചൂട് തണുക്കുമ്പോൾ AC പുറത്തുള്ളവരുടെ ചൂട് കൂടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് AC ഇരിക്കുന്നവർ മനസ്സിലാക്കി നയങ്ങൾ രൂപീകരിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക്, കൃഷിക്കാർക്ക്, റോഡുകൾ നടക്കുന്നവർക്ക്, ഈ AC ഒന്നും ഇല്ലാത്ത ഓട്ടോറിക്ഷയോ അതുപോലത്തെ വണ്ടി ഓടിക്കുന്നവർക്കോ ഒക്കെ ചൂട് കുറഞ്ഞ ഒരു കേരളം അവർക്ക് ലഭ്യമാവും.